നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ബയോളജിയിൽ ഷുവറായിട്ട് ഒരു മാർക്ക് ലഭിക്കുന്ന പോർഷനാണ് ജീവകങ്ങൾ അഥവാ വിറ്റാമിൻസ് എന്ന പോർഷൻ. നമുക്കിന്ന് വിറ്റാമിൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചോദ്യം മുഴുവൻ കേൾക്കുക. വോയിസ് ക്ലാസ് രൂപത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. അപ്പോൾ മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. ഒരു ചോദ്യം ഇവിടുന്ന് ഷുവറാണ്, നിർബന്ധമായിട്ടും മുഴുവൻ കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കാം. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ശരീര സംരക്ഷണ ഘടകങ്ങളായ പോഷക ഘടകങ്ങൾ ഏത്? ശരീര സംരക്ഷണ ഘടകങ്ങളായ പോഷക ഘടകങ്ങൾ ഏത്? വൈറ്റമിനുകൾ അഥവാ ജീവകങ്ങൾ. വൈറ്റമിന് ആ പേര് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ കാസിമർ ഫങ്ക്. വൈറ്റമിന് ആ പേര് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ കാസിമർ ഫങ്ക്. കാസിമർ ഫങ്ക് വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ച വർഷം 1912. വൈറ്റമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ പൊതുവിൽ വിളിക്കുന്ന പേര് അപര്യാപ്തത രോഗങ്ങൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഡിസീസസ് എന്നാണ്. വൈറ്റമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ പൊതുവിൽ വിളിക്കുന്ന പേര് അപര്യാപ്തത രോഗങ്ങൾ. വൈറ്റമിനുകൾ കൂടുതലാകുന്നത് മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥ ഹൈപ്പർ വൈറ്റമിനോസിസ്. വൈറ്റമിനുകൾ കൂടുതലാകുന്നത് മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നതാണ്. അടുത്ത ചോദ്യം, ലയന സ്വഭാവം അനുസരിച്ച് വൈറ്റമിനുകളെ രണ്ടായി തരംതിരിക്കാം. അത് ഏതെല്ലാമായിട്ടാണ്? ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ എന്നിങ്ങനെയാണ്. ലയനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വൈറ്റമിനുകളെ രണ്ടായിട്ടാണ് തിരിക്കാൻ പറ്റുക. ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ എന്നിങ്ങനെ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ ബി, വിറ്റാമിൻ സി. ജീവകം ബിയും ജീവകം സിയും ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അഥവാ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ, അതിനെ തന്നെ നമുക്ക് ജലത്തിൽ ലയിക്കാത്തവ എന്നും പറയാം. ജീവകം എ, ജീവകം ഡി, ജീവകം ഇ, ജീവകം കെ. എ, ഡി, ഇ, കെ. ഈ 4 വിറ്റാമിനുകളാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ്. ജന്തുക്കളിൽ പ്രകൃതിയാലുള്ള വൈറ്റമിൻ ഏത്? ജന്തുക്കളിൽ പ്രകൃതിയാലുള്ള വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ. ബ്രൈറ്റ് ഐ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ എ. വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ? വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? ഇലക്കറികൾ, മുട്ട, പാല്, ക്യാബേജ്, ചീര, മത്സ്യ എണ്ണകൾ എന്നിവയാണ്. ഇലക്കറികൾ, മുട്ട, പാല്, ക്യാബേജ്, ചീര തുടങ്ങിയവ, മത്സ്യ എണ്ണകൾ തുടങ്ങിയവയാണ്. ചർമ്മകോശം, കണ്ണുകൾ എന്നിവയുടെ ആരോഗ്യത്തിനായി ആവശ്യമായ വൈറ്റമിൻ എ. ചർമ്മകോശം, അതുപോലെ തന്നെ കണ്ണുകൾ എന്നിവയുടെ ആരോഗ്യത്തിനായി ആവശ്യമായ വൈറ്റമിൻ എ. ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തതയും സിറോഫ്താൽമിയയുമാണ്. ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത, സിറോഫ്താൽമിയ തുടങ്ങിയവ. ജീവകം എ സംഭരിക്കപ്പെടുന്ന അവയവം കരളാണ്, ലിവർ. ഖരാവസ്ഥയിൽ പരലുകളായി കാണപ്പെടുന്ന ജീവകം B1 അഥവാ തയമിൻ. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം തയമിൻ അഥവാ വിറ്റാമിൻ B1. ജീവകം B1ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറി. ജീവകം B1ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറി. ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും ആവശ്യമായ ജീവകം B1. ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും ആവശ്യമായ വിറ്റാമിൻ B1. രക്തോൽപാദനത്തിനും രക്തചക്രമണത്തിനും സഹായിക്കുന്ന ജീവകം B1. രക്തോൽപാദനത്തിനും രക്തചക്രമണത്തിനും സഹായിക്കുന്ന ജീവകം B1. വൈറ്റമിൻ ജി അഥവാ ലാക്ടോഫ്ലാവിൻ, ഓവോഫ്ലാവിൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ റൈബോഫ്ലാവിനാണ്. വൈറ്റമിൻ ജി എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് റൈബോഫ്ലാവിൻ. ത്വക്കിൻ്റെയും വായയുടെയും ആരോഗ്യത്തിനാവശ്യമായ ജീവകം B2. ത്വക്കിൻ്റെയും വായയുടെയും ആരോഗ്യത്തിനാവശ്യമായ ജീവകം B2 അഥവാ വിറ്റാമിൻ B2. പ്രതിദിനം ഒരാൾക്ക് ആവശ്യമായ ജീവകം B2ൻ്റെ അളവ് എത്ര മില്ലിഗ്രാം വരെയാണ്? 1.5 മുതൽ 2.5 മില്ലിഗ്രാം വരെയാണ്. റൈബോഫ്ലാവിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ അരിബോഫ്ലാവിനോസിസ്, ആംഗുലാർ സ്റ്റോമാറ്റിസ്. ഈ 2 രോഗങ്ങളാണ് വിറ്റാമിൻ റൈബോഫ്ലാവിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ജീവകം B2ൻ്റെ ഘടന ഏത്? ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമുള്ള ക്രിസ്റ്റലീയ ഘടനയാണ് വിറ്റാമിൻ B2ന്. ജീവകം B2ൻ്റെ പ്രധാന സ്രോതസ്സുകൾ ഏവ? ധാന്യങ്ങൾ, മുട്ട, പാൽ, മാംസം, ഇലക്കറികൾ.
ധാന്യങ്ങൾ, മുട്ട, പാൽ, മാംസം, ഇലക്കറികൾ എന്നിവയാണ് വിറ്റാമിൻ B2 പ്രധാന സ്രോതസ്സുകൾ. ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ നടക്കുന്ന ബാക്ടീരിയ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം B2 അഥവാ വിറ്റാമിൻ B2. ജീവകം B2 അപര്യാപ്തത ലക്ഷണങ്ങൾ ഏവ: ചുണ്ടിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നത്, നാവിൽ കുമിളകൾ രൂപപ്പെടുന്നത്. ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്ന് രൂപം കൊള്ളുന്ന ജീവകം നിയാസിൻ അഥവാ ജീവകം B3. ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്ന് രൂപം കൊള്ളുന്ന ജീവകം നിയാസിൻ അഥവാ ജീവകം B3. ഉപാപചയ പ്രവർത്തനങ്ങൾക്കാവശ്യമായ വൈറ്റമിൻ നിയാസിൻ. ക്രിസ്റ്റലീയ ഘടനയുള്ള ജീവകം B3 നിറം വെള്ള നിറമാണ്. വെള്ള നിറമാണ് വിറ്റാമിൻ B3. പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാകുന്ന രോഗാവസ്ഥ പെല്ലഗ്ര. പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് അഥവാ സ്കിൻ പരുക്കനാകുന്ന രോഗാവസ്ഥയാണ് പെല്ലഗ്ര. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം B5. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ ജീവകം B5 അഥവാ പാൻറ്റോതെനിക് ആസിഡ്. ജീവകം B5 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പാരസ്തീഷ്യ. മനുഷ്യൻ്റെ വൻകുടലിൽ ജീവിക്കുന്ന ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം B5. ജീവകം B5 ആണ്. അതേപോലെ തന്നെ ജീവകം Kയും ബാക്ടീരിയകൾ നിർമ്മിക്കുന്നതിനാണ്. ഹോർമോണുകളുടെ ഉൽപ്പാദനം, ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം എന്നിവയെ സഹായിക്കുന്ന ജീവകം B5. അൾട്രാ വയലറ്റ് വികിരണത്തിൽ വിഘടിക്കപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ജീവകം B6 അഥവാ പിരിഡോക്സിൻ. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളെയും മനുഷ്യനിലെ മാനസികാവസ്ഥ, പെരുമാറ്റം എന്നിവയെയും നിയന്ത്രിക്കുന്ന വൈറ്റമിനാണ് ജീവകം B6. ജീവകം B6 അപര്യാപ്തത രോഗങ്ങൾ അനീമിയ, പെരിഫറൽ ന്യൂറോപ്പതി. ജീവകം H എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം B7 അഥവാ ബയോട്ടിൻ. ജീവകം B7 അപര്യാപ്തത രോഗം ഡെർമൈറ്റിസ്. ഫോളാസിൻ, ഫോളേറ്റ് എന്നീ പേരിൽ അറിയപ്പെടുന്ന ജീവകം വിറ്റാമിൻ B9 അഥവാ ഫോളിക് ആസിഡാണ്. ജീവകം B9 സംഭരിച്ചു വയ്ക്കപ്പെടുന്ന അവയവം കരൾ. ഫോളിക് ആസിഡിൻ്റെ അപര്യാപ്തത രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B9 അഥവാ ഫോളിക് ആസിഡിൻ്റെ അപര്യാപ്തത രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ന്യൂക്ലിക് ആസിഡുകൾ, ചുവന്ന രക്താണുക്കൾ, ഹീമോഗ്ലോബിൻ എന്നിവയുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ജീവകം വിറ്റാമിൻ B9. എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം വിറ്റാമിൻ B12. അഥവാ സൈനോകൊബാലമീൻ. മനുഷ്യൻ്റെ കുടലിൽ ജീവിക്കുന്ന ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B12. അപ്പോൾ കുടലിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾ B12 ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു വിറ്റാമിൻ B5 ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിറ്റാമിൻ Kയും ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം: ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ B12. ജീവകം B12 അപര്യാപ്തത രോഗം പെർനീഷ്യസ് അനീമിയ. ജീവകം B12 പ്രധാന ധർമ്മങ്ങൾ DNA നിർമ്മാണത്തെ സഹായിക്കുക, മാംസ്യ സംശ്ലേഷണത്തെ സഹായിക്കുക, ന്യൂറോണിൻ്റെ ഭാഗമായ മൈലിൻ ഉറയുടെ നിർമ്മാണത്തിനാവശ്യമായ മൈലിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുക എന്നിവയാണ് ജീവകം B12 പ്രധാന ധർമ്മങ്ങൾ. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ C അഥവാ അസ്കോർബിക് ആസിഡാണ്. ആർട്ടിഫിഷ്യലി നിർമ്മിച്ചെടുത്ത ആദ്യത്തെ വൈറ്റമിൻ C അഥവാ അസ്കോർബിക് ആസിഡ്. പല്ലുകൾ, മോണ എന്നിവയുടെ ആരോഗ്യത്തിനാവശ്യമായ വൈറ്റമിൻ C. വൈറ്റമിൻ C അടങ്ങിയ പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക, തക്കാളി തുടങ്ങിയവയാണ്. പുളിയുള്ളതെല്ലാത്തിലും പൊതുവെ വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയ നെല്ലിക്ക തുടങ്ങിയവയിലൊക്കെ വൈറ്റമിൻ C ഉണ്ട്. ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്ന ജീവകമാണ് ജീവകം C. ജീവകം Cയുടെ അപര്യാപ്തത രോഗം സ്കർവി. പച്ചക്കറികൾ ചൂടാക്കിയാലും പാകം ചെയ്താലും നഷ്ടമാകുന്ന ജീവകം C.
ഈ 2 ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പലവട്ടം പരീക്ഷാ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗം സ്കർവി, അതുപോലെ തന്നെ പച്ചക്കറികൾ ചൂടാക്കിയാലും പാകം ചെയ്താലും നഷ്ടമാകുന്ന ജീവകം സി. ദെൻ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന ജീവകം സി ആണ്. മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നത് ജീവകം സി ആണ്. ദെൻ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. സൺഷൈൻ വൈറ്റമിൻ, ആൻറ്റി റിക്കറ്റ്സ് വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വൈറ്റമിൻ ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ, ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വൈറ്റമിൻ ഡി അഥവാ കാൽസിഫെറോൾ. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ. ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ റിക്കറ്റ്സ്, ഓസ്റ്റിയോ മലേഷ്യ. ജീവകം ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ റിക്കറ്റ്സ് ആണ് പ്രധാനപ്പെട്ടത്. ദെൻ ഓസ്റ്റിയോ മലേഷ്യ. ദെൻ ജീവകം ഡിയുടെ പ്രധാന സ്രോതസ്സുകൾ ഇലക്കറികൾ, പാൽ, മുട്ട, വെണ്ണ, മത്സ്യ എണ്ണകൾ തുടങ്ങിയവയാണ്. സ്റ്റിറോയിഡ് ആയി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് ആയി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ജീവകം ഇ അഥവാ വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ മറ്റൊരു പേര് അഥവാ സയൻറ്റിഫിക് നെയിമാണ് ടോക്കോഫെറോൾ. ദെൻ വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം വന്ധ്യത അഥവാ സ്റ്റെറിലിറ്റി. ദെൻ ഹോർമോണായി പ്രവർത്തിക്കുന്ന ജീവകം ഇ ആണ് ഹോർമോണായി പ്രവർത്തിക്കുന്നത്. ജീവകം ഇയുടെ പ്രധാന സ്രോതസ്സുകൾ മുട്ടയുടെ മഞ്ഞക്കരു, മത്സ്യ എണ്ണകൾ, പശുവിൻ പാൽ, മൃഗക്കൊഴുപ്പ്, ദെൻ മുളപ്പിച്ച പയർ, പരുത്തിക്കുരു തുടങ്ങിയവയാണ് ജീവകം ഇയുടെ പ്രധാന സ്രോതസ്സുകൾ. അസ്ഥിസന്ധിയിലെ സൈനോവിയൽ ദ്രവത്തിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകം ഇ ആണ്. അസ്ഥിസന്ധിയിലെ സൈനോവിയൽ ദ്രവത്തിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകം ഇ. പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഇ. ദെൻ ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം കെ ആണ്. ജീവകം കെയുടെ സയൻറ്റിഫിക് നെയിമാണ് ഫില്ലോക്വിനോൺ. ജീവകം കെ കണ്ടെത്തിയത് ആര്? ഹെൻറിക് ഡാം. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വൈറ്റമിൻ കെ. രക്തം കട്ടപിടിക്കാൻ വൈറ്റമിൻ കെയും മുറിവുണങ്ങാൻ വൈറ്റമിൻ സിയും എന്ന കാര്യം ശ്രദ്ധിക്കുക. ദെൻ ജീവകം കെയുടെ പ്രധാന സ്രോതസ്സുകൾ ഇലക്കറികൾ, സോയാബീൻ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ചീര, ക്യാബേജ് തുടങ്ങിയവയാണ്. ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഹീമോഫീലിയ. ദെൻ കരളിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന ജീവകം കെ. കരളിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന ജീവകം കെ. ഒരു 75ഓളം ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. വൈറ്റമിനുകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.